ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരണനേരത്ത് ഉണരും, മരിക്കുമ്പോ ഉണരുമ്പോൾ അവൻ അതുവരെ വിയർക്കാത്ത വിയർപ്പ് എന്ന പോലെ പ്രസവത്തിന്റെ നേരത്തൊരു പെണ്ണ് ഉണരാ. അതുവരെ ആ ശരീരത്തിന്റെ ചില ഗ്രന്ഥികൾ പ്രവർത്തിച്ചാൽ അത് അന്ന് പ്രവർത്തിക്കാനുള്ളതാ. ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്നത് എന്നും തുറക്കും, അത് അത്രയും വെള്ളം കയറി കഴിയുമ്പോഴേ തുറക്കും. അന്ന് അവള് കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ വാപ്പ മരിച്ചപ്പോ അവൾ കരഞ്ഞിട്ടില്ല. അന്ന് അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ കാലിൽ കുപ്പിച്ചിൽ തറച്ചപ്പോൾ അവൾ വേദനിച്ച് കരഞ്ഞിട്ടില്ല. അവളതാ അവളുടെ ഔറത്താരും കാണാതെ കൊണ്ടു നടന്ന അവളുടെ സ്വകാര്യത പോലും അവൾ മറന്നുകൊണ്ട് അലറിക്കരയാ. പ്രസവം നടക്ക. എന്തൊരു മാനനഷ്ടത്തിന്റെ വേദന! ശരീരം വീർപ്പ് മുട്ടുകയാ. ഈ വേദനയോടെ അവൾ മരിച്ചാൽ അടർക്കളത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവന്റെ പദവി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറക്കാൻ പറ്റുമോ അങ്ങനെ ഒരാള്? നമുക്ക് എല്ലാവർക്കും നിർബന്ധമായും ഉണ്ടായിട്ടില്ലേ? അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ട ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എങ്ങനെ മറക്കാൻ പറ്റും? ഏത് ഖോജ രാജയായാലും അങ്ങനെ ഒരാളില്ലാതെ ഉണ്ടോ? എടോ, സ്വർഗത്തെ അള്ളാഹു നിസ്സാരപ്പെടുത്തി കളഞ്ഞു. എന്തുകൊണ്ട്? ഇവള് ചവിട്ടിയതിന്റെ പേരിൽ. എന്നാൽ ആ നിസ്സാരപ്പെടുത്തൽ ഒരു മഹത്വപ്പെടുത്തല. അവള് ചവിട്ടിയ സ്വർഗമാ നിനക്കുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്വർഗം തഹത അഖദാമി ഉമ്മഹാത്തിക്കും ഖാല റസൂലുള്ളാഹി. ഉമ്മ ചവിട്ടിയത് കൊണ്ട് അത് സ്വർഗമായത്. ഉമ്മ ചവിട്ടിയോടത്ത സ്വർഗമായത്. സ്വർഗത്തിന് ഉമ്മയേക്കാൾ മഹത്വമില്ല. എന്താണ് നമ്മുടെ അധ്യാപനം? അവിടെയാണ് ആദ്യത്തെ കുടുംബം സ്ഥാപിക്കപ്പെട്ടത്. അവിടെയാണ് കുടുംബം സ്ഥാപിക്കപ്പെട്ട. ഇവള് കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. അന്ന് കരഞ്ഞ ആ കണ്ണുനീരിന്റെ ഉപ്പ് അതിനു മുമ്പ് കരഞ്ഞപ്പോ ആ കണ്ണീരിന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കരച്ചിലിനൊരു സമാധാനം കൊടുക്കാൻ ആര് പറഞ്ഞാൽ ആ വേദനയിൽ അവൾ സമാധാനിക്ക. ആരും പറയണ്ട. വേദനിച്ച് കരഞ്ഞവൾ. അങ്ങനത്തെ ഒരു വേദന പ്രപഞ്ചത്തിൽ വേറെയില്ല. അങ്ങനത്തെ അതുല്യമായ വേദനയിൽ കരഞ്ഞവൾ. ആ കരച്ചിൽ നിർത്തിയത് വേദനിക്കാതെ കരഞ്ഞ മകളുടെ കരച്ചിൽ കേട്ടാ. അപ്പോഴാണ് അവൾ ചിരിച്ചു പോയത്. വേദനിക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തു വന്ന ആളുടെ കരച്ചിൽ കേട്ടപ്പോഴാ വേദനിച്ച് കരഞ്ഞവളുടെ കരച്ചിൽ തീർന്നത് ചിരിയായ അത്ഭുതമേ. ആ അത്ഭുതത്തിന്റെ പേരാണ് ഉമ്മ. ആ അത്ഭുതത്തിന്റെ പേരാ ഉമ്മ. ഞാൻ ആലോചിച്ച് നോക്കേ. എന്നിട്ടോ ഖുർആൻ പറയുന്നു, വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലം അവൾ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അതൊരു ചേർത്ത് പിടിക്കലാണ്. അതിരാവിലെ 18 മണിക്കൂർ 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഉറങ്ങാം. 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ, 3 മാസം 6 മാസമൊക്കെ ഉള്ള കുട്ടികൾ 3 മാസം വരെ മസ്റ്റായിട്ടും 18 മണിക്കൂർ ഉറങ്ങിയിരിക്കും. ഈ മൂപ്പലാം എന്തിനാ കരഞ്ഞെന്നറിയോ? ഈ ജനിച്ചപ്പോ കരഞ്ഞെന്തിനാ? ആരെങ്കിലും പിച്ചിയോ, നുള്ളി പറിച്ചോ, തല്ലിയോ? ഒരു കാര്യമില്ല. എന്തിനാ ഈ കരഞ്ഞുകൊണ്ട് വന്നത്? മൂപ്പർ ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് ഇരുട്ടിലായിരുന്നു. ഇത്രയും ദിവസം ഇരുട്ടിലായിരുന്നു. പുറത്തു വന്ന് വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോ അവസാനം റൂഹ് വന്നത് അവന്റെ കണ്ണിലാ. ആ കണ്ണ് ഏറ്റവും ഫ്രഷ് ആയിരിക്കും. അവനൊരു വെളിച്ചം കണ്ടു. ഈ കണ്ട വെളിച്ചം അവൻ ആസ്വദിച്ചു. അവൻ കണ്ണടച്ച പിടിച്ചായിരുന്നു. ആ വെളിച്ചം കാണാൻ പറ്റില്ല. വല്ലാത്ത സന്തോഷമായി വെളിച്ചം കണ്ടപ്പോ. അങ്ങനെ വന്നപ്പോ ഇനി മൂപ്പര് ആലോചിക്കണം. അന്നേരത്തെ മൂപ്പരുടെ വിവേകമുണ്ട്. ഓരോ വിവേകം ഓരോ പ്രായത്തിലുണ്ട്. ആ പ്രായത്തിൽ, ആ ജനിച്ചു വരുമ്പോഴുള്ള പ്രായത്തിലുള്ള വിവേകം, പഠിച്ചവരെ ഞാൻ ഇന്നലെ ഇപ്പൊ കുറച്ചു മുമ്പ് വരെ ഞാൻ കിടന്ന ആ ഇരുട്ടിലേക്ക് നീ തിരിച്ചു വിടുമോ എന്നൊരു വിവേകാണ് അവനാ കരയിപ്പിച്ചത്. ഇനി ഞാൻ ആ ഇരുട്ടിലേക്ക് പോകേണ്ട വരുമോ എന്ന് ഓർത്ത്. അതായത് അത്രയും പവിത്രമായ അവന്റെ ഉമ്മാടെ ഗർഭാശയത്തെ പുറത്തേക്ക് വന്നപ്പോ തന്നെ അവൻ വേണ്ടാന്ന് വെച്ചു. അതിനോടുള്ള ഒരു എന്താ പറയാ, ഒരു താല്പര്യക്കുറവ്. എന്റെ ഉമ്മാടെ ഉദരത്തിലേക്ക് ഇനി പോവേണ്ട വരും, ആ ഇരുട്ടിലേക്ക് പോവേണ്ട വരും. മനുഷ്യൻ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. നന്ദികേട് മനുഷ്യന്റെ പ്രകൃതം എന്ന് ഖുർആൻ. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഏത് കാലഘട്ടത്തിലും മനുഷ്യന്റെ ബേസ് വഴി പിഴക്കൽ തന്നെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്.
മനുഷ്യന്റെ ജന്മനാലുള്ള ഈ സ്വഭാവത്തെ അമലു സ്വാലിഹാത്ത് കൊണ്ട് ഈമാൻ കൊണ്ട് നന്നാക്കാൻ പറ്റും. ആദം നബിയെ സൃഷ്ടിക്കാൻ നേരത്ത് മലക്കുകൾ പറഞ്ഞത് എന്താ? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് പ്രശ്നക്കാരനെ പറഞ്ഞയക്കുന്നത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളെ പറഞ്ഞയക്കുന്നത് എന്നാ? മനുഷ്യന്റെ ബേസ് പ്രശ്നമാണെന്ന് മലക്കിന് അറിയായിരുന്നു. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അറിവ് പഠിപ്പിച്ചു കൊടുത്ത ആദം നബിയെ അയലിമാക്കിയിട്ട മലക്കുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അറിവുള്ള ആദം നബിയെ, സംസ്കരിക്കപ്പെട്ട ആദം നബിയെയാണ് മലക്കുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. എന്നിട്ടാ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ മുന്നിൽ അവരുടെ അധ്യാപകനായി മാറുന്ന അറിവുള്ള മനുഷ്യനായി, സംസ്കരിക്കപ്പെട്ട മനുഷ്യനായി. അല്ലാതെ മലക്കുകൾ പറഞ്ഞത് അടിസ്ഥാനമില്ലാത്ത കാര്യമല്ല. എന്തിനാണ് ഭൂമിയിലേക്ക് കുഴപ്പക്കാരൻ? മലക്കുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ തെറ്റുള്ള ധാരണയല്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം, മനുഷ്യരുടെ അടിസ്ഥാനം വളരെ പ്രശ്നമാണ്. ആ ജനിക്കുമ്പോ തന്നെ അവൻ കരഞ്ഞത് ആ കള്ളക്കരച്ചിലത്. എല്ലാവരും അങ്ങനെയാണ്, അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ഒരു പ്രശ്നക്കാരനാണ് അടിസ്ഥാനപരമായി. അവന്റെ പേര് തന്നെ ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞ വർത്താനം പറയുന്ന മൃഗം. വർത്താനം പറയുന്ന മൃഗം, വർത്താനം പറയുന്ന ജീവി. ഏതൊരു മനുഷ്യനെ പറ്റി അവസാനം പറയും അവന്റെ മൃഗീയത പുറത്തു വന്നു എന്നൊക്കെ പറയും. സംസ്കരണം, ദീനിയായ സംസ്കരണം ഇല്ലെങ്കിൽ മൃഗീയത പുറത്തു വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ വളരെ മനോഹരമായിട്ട് മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, കാക്കക്കണ്ണുണ്ടവനൊരു ദോഷം എന്ന്. ലക്ഷം മനുഷ്യർ ഒന്നായി ചേർന്നാൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. ലക്ഷം മനുഷ്യർ ഒന്നായി ചേർന്നാൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, കാക്ക കണ്ണുണ്ടവനൊരു ദോഷം. മനസ്സിലായില്ല? അവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരൂ. കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, മാന്യനാണ്. പക്ഷേ കാക്ക കണ്ണുണ്ടവനൊരു ദോഷം. കാക്കയുടെ കണ്ണെന്താ? മരക്കൊമ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലും താഴേന്ന് തട്ടിപ്പറിക്കല. കാക്ക പറന്നു കിടക്കണ കാക്ക. എല്ലാ മനുഷ്യരും പ്രശ്നമായി. ഇവൻ കരഞ്ഞത് കള്ളക്കരച്ചിലാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആ വിവേകം കൊടുത്തതൊരു തീരുമാനമാണ്. അവൻ നിഷ്കളങ്കന, അവൻ സത്യപ്രകൃതത്തിലാ വന്നത്. അവനെ ഞാൻ കുറ്റം പറയലല്ല. മാമിൻ മൗലൂദിൻ ലം യൂലദ് ഇല്ലാ അലൽ ഫിത്റ ഖാല റസൂലുള്ളാഹി. അവൻ നല്ല പ്രകൃതത്തിലായിപ്പോൾ ജനിച്ചതെന്ന് പുണ്യനബി. എന്നിട്ടും അവൻ കരഞ്ഞ കാരണം മഹാന്മാരായ ഉലമാ പറഞ്ഞു, ഇനിയും ആ ഗർഭാശയത്തിന്റെ ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമോ? ഒരവജ്ഞ, പുച്ഛമെന്നൊന്നും പറയാൻ പറ്റൂല, ഒരു വിയോജിപ്പ്, ഇനി അതിലേക്ക് താല്പര്യക്കുറവ്. ആ ഒരു കരച്ചിലിനെ പോലും അള്ളാഹു അവതരിപ്പിച്ചത് ഉമ്മയുടെ ചിരി കൊണ്ടാ. ആ ഉമ്മയിന് ചിരിക്കണമെങ്കിൽ ഈ കുഞ്ഞ് കരഞ്ഞേ പറ്റൂ. ഈ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ ആ ഉമ്മ ചിരിക്കലില്ല. ഉമ്മയുടെ കരച്ചില് തുടരുമേ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഇതിനെ ചേർത്ത് പിടിച്ചു. 2 വർഷം. അപ്പോഴുണ്ട് ഒരു പാതിരാവിൽ അവൻ കരഞ്ഞുകൊണ്ടെഴുന്നേറ്റു. എന്തിനാണ് കരഞ്ഞത്? ഒന്നുമില്ല. അല്ല ഫാൻ കാറ്റ് കുറഞ്ഞതിന്റെ പേരിലോ അല്ല ഉറുമ്പ് അടിച്ചതിന്റെ പേരിലോ. അപ്പോഴുണ്ട് 18 മണിക്കൂർ വരെ ഉറങ്ങുന്ന അവൻ. ഇനി 4 മണിക്കൂറും കൂടി ഉള്ളൂ ഉറങ്ങാത്തത്. ആ 4 മണിക്കൂർ ആരും ഉറങ്ങണ സമയമായിരിക്കും? ആ ഉമ്മ ഉറങ്ങണ സമയം. അപ്പോഴുണ്ട് ഇവനെ ഇടക്കിടക്ക് എണിക്കാം, പിന്നെ കരയാ. ആ എണിക്കലിലും കരയലിലും കൂടെ അപ്പൊ തന്നെ അവനേക്കാൾ 2 സെക്കൻഡ് മുമ്പേ എഴുന്നേൽക്കും. അവൻ ഞെരിവിരി കൊള്ളുമ്പോഴേക്കും ശബ്ദമുണ്ട, അപ്പോഴേക്കും ഉമ്മ എണീച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പാതിരാവിലും അവള് പാടുന്നത് പാട്ടാണ്. എത്ര ആസ്വദിച്ചും ആ ഉറക്കച്ചടയിലും അവൾ പാട്ട് പാടും. അവൾ ആസ്വദിച്ച് പാടിയത് കൊണ്ടാണ് അവൾക്ക് കയ്യിന്റെ വിരൽ കൊണ്ട് താളമിട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കത്തീന്ന് എഴുന്നേറ്റിട്ട് ഓസ്കാർ തരാമെന്ന് പാടാമെന്ന് ചോദിച്ചാൽ യേശുദാസ് പോലും പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഒരു പത്രസമ്മേളനത്തില്.
ഉറങ്ങി എണീറ്റിട്ട് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ പാടൂല എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ സമുദായ സാഹിബ് പറയുന്നുണ്ട്. യേശുദാസിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞ ഉറങ്ങി എണീറ്റിട്ട് ഒരാളോട് പാട്ട് പാടാൻ പറയുന്ന പോലെ എനിക്കിപ്പോ പാടാൻ പറ്റില്ല. അതിന് പറ്റുന്നൊരു ഹാല് വരണം. പക്ഷെ ഉമ്മ പാടും. എന്തൊരു താളമാണ്! അവളുടെ വിരലുകൾ ആ പാതിരാവിൽ ഉറക്കത്തിടയിലും ആ കുഞ്ഞു ശരീരത്തിന്റെ മുകളിൽ താളമിട്ടതുപോലും അവൻ ആസ്വദിച്ചത് കൊണ്ട് ആ കൈവിരൽ താളമിട്ടത് ശല്യമാവാതെ അവൻ ആസ്വദിച്ച് ഉറങ്ങിപ്പോയത്, ആ അത്ഭുതത്തിനെ നിങ്ങൾ മറക്കല്ലേ എന്ന് ഖുർആൻ ആയത്ത് തുടങ്ങിയത് ഉമ്മയെയും വാപ്പയെയും പറഞ്ഞിട്ട്, പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറഞ്ഞത്, വാപ്പ സഹിച്ചത് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചിന് പാല് കൊടുത്തതിന് വളർത്തി, ആ ഗർഭം മുതൽക്ക് പാല് കൊടുത്ത് വളർത്തി പാലുകുടി മാറ്റുന്ന വരെയുള്ള ഈ സമയങ്ങളിൽ ഉമ്മ ചെയ്ത പോലെ ഒരു ത്യാഗം എന്ന് പറയാൻ വാപ്പാക്ക് ഒരു ത്യാഗവും ഇല്ല. ആ ഡെലിവറി നടക്കുമ്പോ 150 രൂപയുടെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബക്കറ്റ് കിട്ടും, അത് വാങ്ങാ, 2 പുതപ്പ് വാങ്ങാ, പിന്നെ വൈകുന്നേരം ഒരു ചായയും കടിയും വാങ്ങാ, പിന്നെ മൂപ്പര് മൊബൈൽ നോക്കി കൊതുകടി ഇല്ലാത്ത കസേരയിൽ പോയി ഒന്നിരിക്കാം. ഇതൊക്കെ തന്നെയാണ് മൂപ്പരുടെ ത്യാഗങ്ങൾ. അത് ഇനി ഖുർആനിൽ പറയണോ? അത് ഖുർആനിൽ പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ഉമ്മയുടെ ത്യാഗം ഒരു മോനും ഇത് കണ്ടിട്ടില്ല. എന്റെ ഉമ്മ ഇത് സഹിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ ഇത് സഹിച്ചത് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞാൽ തീരുകയുമില്ല. അത് പറഞ്ഞ മനുഷ്യന്റെ വർത്താനത്തിൽ അവതരിപ്പിച്ച് തീരുന്നതല്ല. അപ്പൊ ഇത് ആരുടെ വർത്താനത്തിൽ പറഞ്ഞു തീർക്കണം? അള്ളാന്റെ വർത്താനമായ കലാമായ ഖുർആൻ തന്നെ ഇത് പറയണം. അത് എല്ലാ മക്കളോടും കൂടിയാണ് പറഞ്ഞത്. ഇവിടെ ആയത്ത് തുടങ്ങിയത് വസ്സൈനൽ ഇൻസാൻ, മനുഷ്യനായി പിറന്ന എല്ലാവരോടാണ്. ഇത് എല്ലാ മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും എല്ലാ ജീവിക്കും ഈ ആയത്ത് സംവദിച്ചുകൊണ്ടിരിക്കുക എല്ലാവരോടും. ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ആ അത്ഭുതത്തിന്റെ പേരാണ് ഉമ്മ. ആപത്ത് വരുമ്പോ വിളിച്ചു പോകും. എന്താ വിളിക്കുക? അള്ളാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നല്ലൊരു കട്ടറിലേക്ക് ചാടി കഴിഞ്ഞാൽ ആറ്റിയുടെ പുറയിലിരിക്കുന്ന ആൾ എന്തായാലും എന്ത് ചെയ്യും? എന്റെ ഉമ്മ എന്ന് പറയും. എന്തേ? പേടിച്ചു പോവും. പേടിച്ച ആദ്യം ആ അഭയാണ് ഓർമ്മ വരാൻ. എവിടേക്ക് പോയി നമ്മളിപ്പോ മനസ്സ്? നമ്മൾ ഒന്നും അല്ലാതിരുന്നൊരു പ്രായമുണ്ട്. രേതസ്സു തന്നെ ഇതു രക്തമോടും കലർന്നു, നാദം തിരണ്ടുരവതായി നടുവിൽ കിടന്നേൻ, മാതാവുമില്ലവിടെയൊന്നു പിതാവുമില്ലൻ, താതൻ വളർത്തിയവനാണിവനിന്ന് ശംഭോ. ശ്രീനാരായണ ഗുരു പാടിയതാണ്. ഗർഭം അലക്കാണ് പാടിയത്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കില്ലെന്നതുകൊണ്ട് വളർന്നുഹോ വിചിത്രം, എൻ തമ്പുരാന്റെ കളിയൊക്കെയാണിതിന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് നീ അരുളുക ശംഭോ. തമ്പുരാന്റെ കളിയാണിത്, തമ്പുരാന്റെ ഇടപെട്. നമ്മളൊന്ന് സൈക്കിളിന്ന് വീണ, നമ്മളൊന്ന് കാല് തട്ടി വീണ തീർന്ന്. ഒരു കൊച്ചു എത്ര പ്രാവശ്യം വീഴുന്നുണ്ട്? വല്ല കുഴപ്പമുണ്ട്? വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. അത് തമ്പുരാന്റെ കളിയാ, തമ്പുരാന്റെ ഒരു അത്ഭുത. കുഞ്ഞുങ്ങള് അവര് കരയും. കരയുമ്പോ തന്നെ മലർന്നു കിടന്നാണ് കരയണമെങ്കിൽ ആ കണ്ണുനീരിന് സാധാരണ ഒരു കരച്ചിലിന്റെ കണ്ണീര് പോലെയല്ല, അതിന്റെ ലവണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കുഞ്ഞ് ശബ്ദം കരയുമ്പോ തൊണ്ട പൊട്ടിയ ഈ കരച്ചിലിലൂടെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ ഉപ്പുരസം ഒരല്പം അവന്റെ വായിലേക്ക് എത്തുന്നുണ്ട്. കണ്ണിന് മരുന്ന് വെച്ച് ചിലപ്പോ വായിൽ ടേസ്റ്റ് വരാറുണ്ട്. നോമ്പുള്ളവര് കണ്ണിന് മരുന്ന് ഒഴിക്കണതിന് കുഴപ്പമില്ല, പക്ഷെ വായിൽ ടേസ്റ്റ് വന്ന് എന്ത് ചെയ്യണം? തുപ്പിക്കളയണം. കണ്ണിലെ കരച്ചിലിന്റെ കണ്ണുനീരിന്റെ ഉപ്പ് ഈ കുഞ്ഞിന്റെ വായിലേക്ക് എത്തിയാൽ ആ ഉപ്പ് രസം കൊണ്ട് തൊണ്ട കീറി മുറിയുന്നത് അള്ളാഹു അപ്പൊ തന്നെ അതിന്റെ മരുന്ന് വെച്ചിരിക്കുന്നത് തന്നെയാ. എന്തൊരു അത്ഭുതമാണ്! ഈ രീതിയിലുള്ള അത്ഭുതം എൻ തമ്പുരാന്റെ കളിയൊക്കെയാണ് ഇതിന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് നീയരുളുക ശംഭോ. അതാണ് ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഉമ്മാക്കും വാപ്പാക്കും ഹിദമ ചെയ്യാൻ പറഞ്ഞു. ഇനി കേട്ടോളൂ, ഒരാളുടെ വാപ്പയും ഉമ്മയും മരിച്ചു പോയാലും ഇത് അവസാനിക്കുന്നില്ല. വാപ്പയും ഉമ്മയും മരിച്ചാലും ഇത് അവസാനിക്കുന്നില്ല. ഹബീബായ നബിയുടെ മുന്നിൽ ഒരു സ്വഹാബി വരികയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് പറയാണ്, നബിയെ, എന്റെ വാപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഞാൻ എന്ത് ചെയ്യണം നബിയെ? പഠിച്ചു വെച്ചോ, 5 കാര്യങ്ങൾ ചെയ്യണം. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ വെളിച്ചം കിട്ടാൻ മക്കൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് അസ്സലാത്തു അലൈഹിമാ. എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഉപകാരം കിട്ടാൻ ഫിഖ് പൂർണ്ണമായ ഒരു നിസ്കാരം ഞാൻ നേരത്തെ പഠിച്ചു വെക്കണോലോ.
അത് മക്കളായിട്ട് ആലോചിക്കാത്ത സ്ഥിതിയിലാണ് നമ്മളായിട്ട് അവർ അത് ആലോചിച്ച് നമ്മുടെ മക്കളെ. ഒന്നാമത്തെ കടമ നല്ലൊരു നിസ്കാരം കൊടുക്കാൻ ഇമാമാവാനുള്ള ക്വാളിറ്റി നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ മരിച്ച അപ്പൊ തന്നെ പോയി നമ്മൾ ഇമാം വെക്കണം എന്നല്ല അതിനർത്ഥം. അസ്വല എന്ന് പറഞ്ഞത് അലിഫ്ലാമുള്ള നിസ്കാരാണ്. അസ്വല, ആ നിസ്കാരം അതിൻ്റെതായ ഹക്കുകൾ പൂർത്തിയായ നിസ്കാരമായിരിക്കണം. അതുകൊണ്ടാണ് അസ്വല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ആലോചിച്ചിട്ടുണ്ടോ? ആ നിസ്കാരം പലപ്പോഴും വിവരമില്ലാത്തവർക്കേറെ ആലിമിന്റെ മുമ്പില് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്. ഫത്ഹുൽ മുഈൻ വളരെ കൃത്യമായി പറഞ്ഞു, ലാ യജൂസ് ഇഖ്തിദാഉ ഉമ്മിയിൻ ഇഖ്തിദാഉൽ ഖാരിഇ ലിൽ ഉമ്മി. ഖിറാഅത്തുൽ ഫിഖ്ഹും ഖിറാഅത്തുൽ തജ്വീദും കർമ്മത്തിൽ ഫിഖ്ഹും പൂർണ്ണമല്ലാത്ത ആളെ, അത് പൂർണ്ണമായ ആള് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവല്ല, ജമാഅത്തിന്റെ കൂലി കിട്ടില്ല, അത് അനുവാദമുള്ളതല്ല. ആ ഇമാമ് നിൽക്കുന്ന ആൾക്ക് ബാക്കിൽ നിൽക്കുന്ന ആളെ വഹിക്കാനുള്ള ഒരു അറിവ് ആ നിസ്കാരത്തിൽ ഉണ്ടാവണം. അപ്പൊ ആലിമിന്റെ അക്ഷരശുദ്ധി ഇല്ലേലും തെറ്റില്ലാത്ത രീതിയിൽ ആ ഫാത്തിഹ ഉച്ചരിക്കാൻ ജീവിച്ചിരിക്കുമ്പോ പഠിച്ചു വെക്കണം. 4 തക്ബീറുള്ള സുജൂദ് പോലും ഇല്ലാത്ത വളരെ ലളിതമായ മയ്യത്ത് നിസ്കാരം ഒരാൾ ജീവിച്ചിരിക്കുമ്പോ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പഠിച്ചു വെച്ചേ പറ്റൂ. എന്തിനാണത്? മകൻ തന്നെ ചെയ്യണം. മകനോടാ റസൂലുള്ളാഹി പറയുന്നത്. മയ്യത്ത് കട്ടില് കൊണ്ടുവന്ന് വെച്ചു. 1-ാമത്തെ സഫില് ആരോ വിളിച്ചു ചോദിച്ചു, വുളു എടുത്തു കഴിഞ്ഞോ? അപ്പോൾ നിസ്കാരം തുടങ്ങാൻ വരട്ടെ, 2 പേരും കൂടി വരുന്നുണ്ട്, വുളു എടുത്ത് വരുന്നുണ്ട്. അപ്പോഴുണ്ട് മുന്നിലെ സഫിലേക്ക് ഒരു മകൻ ഇങ്ങനെ കടന്നു വരാ, ചിരിയില്ലാത്ത മുഖം. ആ ദിവസം ആ മകനിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും കൃത്യമല്ല, അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മകന്റെ തലമുടി ചീകി വെച്ചിട്ടില്ല, ആ കണ്ണുകൾ നിറഞ്ഞിരിക്ക. ഒരു കർച്ചീഫ് കൊണ്ട് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ തുള്ളികൾ പതുക്കെ തുടച്ചു കളയുന്നു, വിയർത്തൊലിക്കുന്നുണ്ട്. കടന്നു വരികയാ. വാപ്പയുടെ മയ്യത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു, ഉമ്മയുടെ മയ്യത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കൈ കെട്ടിയിട്ടുണ്ടല്ലോ. 3-ാമത്തെ തക്ബീർ കഴിയുമ്പോ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ എന്റെ വാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ. ഒരു നല്ല വസ്ത്രം എന്റെ വാപ്പ വാങ്ങി ധരിച്ചിട്ടില്ല. എന്റെ വാപ്പ ഒരു വിറക് വെട്ടുകാരനായിരുന്നു. കിലോമീറ്ററുകളോളം സൈക്കിളിൽ പല ഭാരമുള്ള സാധനങ്ങളും ചുമന്നു നടന്ന ആളാണ്. ചുമട്ട് തൊഴിലാളിയാ. പലപ്പോഴും പട്ടിണി കിടന്ന വയറിലേക്ക് മുണ്ട് മുറുക്കി ഉടുത്തതാണ്. എന്നിട്ടും ഞങ്ങളെ പഠിപ്പിച്ചു, നല്ല നിലയിലാക്കി. ഞങ്ങൾ ഇന്ന് നല്ല സ്ഥിതിയിലാ ഞങ്ങളുടെ വാപ്പ ജീവിച്ചത്. കട്ടൻ ചായ കഴിച്ചാണെങ്കിൽ റബ്ബേ, ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ആർഭാടപൂരിതമായ ഭക്ഷണങ്ങളാണ്. അല്ലാഹുവേ, എന്റെ വാപ്പ കൊണ്ട വെയിലാണല്ലോ ഞാൻ ഇന്ന് കൊള്ളുന്ന തണല്. എന്റെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാൻ ഇനി ഒന്നുമില്ല അല്ലാഹ്. ഒരു കീറിയ തളപ്പായയിൽ വളഞ്ഞുകൂടി കിടന്ന മനുഷ്യൻ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം സമർപ്പിച്ച സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം ദുആ ചെയ്തതും എന്റെ മക്കളെ നന്നാക്കണേ എന്നായിരിക്കുമല്ലോ അല്ലാഹ്. എന്റെ വാപ്പാക്ക് ഞാൻ യാത്ര പറയട്ടെ അല്ലാഹ്, അല്ലാഹുമ്മ ഗഫിർ ലഹു, എന്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാഹ്. ഇത് പറയാൻ ഒരു മകൻ നേരത്തെ തയ്യാറായി നിൽക്കണം. അന്ന് ആ മകന്റെ കണ്ണ് പൊടിയണം. അതിനു വേണ്ടി ആത്മാർത്ഥമായി ആ മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആന്റെ അർത്ഥമൊക്കെ ഒരു മകൻ പഠിച്ചു വെക്കണം. സാന്ദർഭികമായി പറയാം, പെൺമക്കളെ മയ്യത്ത് നിസ്കരിക്കാൻ, ഹാദിറായ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ആ മയ്യത്ത് മറവിയാൻ പോണോടത്തേക്ക് പോയിക്കോട്ടെ. മയ്യത്ത് നിസ്കാരം പെണ്ണ് നിസ്കരിച്ചു എന്നോർത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാരാണ് വല്ലാതെ പ്രോത്സാഹിപ്പിച്ച് രംഗത്തേക്ക് കൊണ്ടുവന്നു. അതില് പെണ്ണിന് ഫർദ് കിഫയല്ല എന്നുള്ളൂ, പെണ്ണ് നിസ്കരിച്ചാൽ കൂലിയൊക്കെ ഉള്ളതാ. നിങ്ങൾ ദുഹർ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുമ്പോഴൊക്കെ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് എന്നും മയ്യത്ത് നിസ്കരിച്ചു. ഇന്ന് ഞാൻ മയ്യത്ത് നിസ്കരിക്കൽ സ്വഹീഹായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് എല്ലാ ദിവസവും ഇശാ കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. എല്ലാവർക്കും നിസ്കരിക്കാതെ. എങ്ങനെയാ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മയ്യത്ത് നിസ്കാരം. എങ്ങനെ? അത് ഇശാ കഴിഞ്ഞ് വേണമെന്നില്ല.
ഇന്ന് ഞാൻ എത്രയോ പാവങ്ങളാ ഫലസ്തീനിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നുണ്ട്. നമുക്ക് മയ്യത്ത് നിസ്കരിക്കണ്ടേ? ഇന്ന് ഞാൻ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന എല്ലാ മയ്യത്തുകൾക്കും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എല്ലാവർക്കും ചെയ്യാം. മയ്യത്ത് നിസ്കാരം ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഒരു മയ്യത്ത് എടുക്കുന്നിടത്ത് ഒരു കലഹം, ഒരു മയ്യത്ത് എടുക്കുന്നിടത്ത് ഒരു ഇഖ്തിലാത്ത്, പെണ്ണ് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ പേരിൽ വന്നുകൂടുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഹക്ക് പൂർത്തീകരിക്കാൻ പെണ്ണുങ്ങള് നിസ്കരിക്കുന്നിടത്ത് സാധിക്കുന്നില്ലെങ്കിൽ, ഉദാഹരണം എല്ലാവരും നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിച്ചില്ല, അവർക്ക് എന്നോട് എന്തെങ്കിലും വിരോധം തോന്നുന്നു, അല്ലെങ്കിൽ തന്നെ എന്നെ കാണാൻ പാടില്ല, അന്നാണെങ്കിൽ നിസ്കരിക്കാനും പാടില്ലാത്ത ദിവസമാണ് ആ സഹോദരിക്ക്, എല്ലാവരും ഒന്ന് ബോധിപ്പിക്കണമല്ലോ എന്നോർത്ത് ഒരു പക്ഷേ നിർബന്ധിത സാഹചര്യത്തിൽ വഴക്ക് മാറ്റാൻ, പിണങ്ങാതിരിക്കാൻ ചിലരോട് ചിലത് പറഞ്ഞാൽ മനസ്സിലാവൂല, ചിലരോട് ചിലത് പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യം സന്ദർശിച്ചത് ഒരു ഭ്രാന്താലയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും പലയിടത്തും സന്ദർശിക്കുന്നുണ്ട്. നെഹ്റു ആദ്യം സന്ദർശിച്ചത് ഒരു ഭ്രാന്താലയ. അവിടെ ചെന്നപ്പോ ഗേറ്റ് കടന്നു വന്നപ്പോ തന്നെ ആദ്യം ഒരു ഭ്രാന്തൻ, വലിയ കുഴപ്പമൊന്നുമില്ല, അയാൾ ചോദിച്ചു ആരാ എവിടെന്നാ വന്നെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്നാ വരുന്നത്, ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അയാള് വായ പൊത്തിയിട്ട് ഒരൊറ്റ ചിരി, സാരല്ല വേഞ്ചല്, 2 ആഴ്ച ഗുളിക കഴിച്ചാൽ അത് മാറിക്കോളും, 2 ആഴ്ച ഗുളിക കഴിച്ചാൽ മാറും. ഞാനിവിടെ വരുമ്പോ അമേരിക്കയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആളാ, അതുകൊണ്ട് അമേരിക്ക ആയതുകൊണ്ട് 1 മാസം കഴിക്കേണ്ടി വന്നു, ഇത് 2 ആഴ്ച കഴിച്ചാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞ് നെഹ്റുവിനെ പറഞ്ഞയച്ചു. അങ്ങനെ ഉസ്താദ്മാര് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരോട് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇന്ന് ശുദ്ധിയില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചോ സ്ഥാപിച്ചോ ആ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചില പെണ്ണുങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു പക്ഷേ ഞാൻ ഏതായാലും അതിലേക്ക് കൂടുതൽ വരുന്നില്ല. മയ്യത്ത് നിസ്കാരം മഹ്ദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് മഹ്ദി അവர்கள் പങ്കെടുത്തതായൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണ് നിസ്കരിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല, നിസ്കരിക്കുന്നത് ഒരു ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുബത്തദിഈങ്ങൾ പെണ്ണിനെ വല്ലാതെ നിസ്കരിപ്പിക്കാനുള്ളതായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊടുത്ത് പെണ്ണിനൊരു ജമാഅത്ത് നിസ്കാരത്തെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊടുത്ത് അവർ വിജയിച്ച ഒരു തന്ത്രത്തിൽ ഒരു മസ്അലയുടെ പഴുത് കണ്ടുകൊണ്ട് നമ്മൾ അതിൽ സുന്നത്ത് ജമാഅത്തിനെ പാഴാക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ കാരണം അത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ തന്നെ 2-3 രീതിയിൽ ആ വിഷയത്തിൽ നിലപാടുകൾ പറഞ്ഞവരുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വരുന്നില്ല. ഏതായാലും ഒരു നാട്ടിൽ നടക്കുന്നതിൽ അച്ചടക്കം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അതിൻ്റെതായ മസ്ലഹത്തിൽ തുടരാ എന്ന് മാത്രമേ അതേക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയൂ. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാന കണ്ണികൾ തന്നെയാണ്, ഏറ്റവും പ്രധാന ഘടകമാണ്. 5 വഖത്ത് നിസ്കാരം നമുക്ക് നിർബന്ധം. 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ 5 വഖത്തിൽ അള്ളാഹുവിനോടുള്ള കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ, 5 വഖത്തിൽ നമ്മൾ നിസ്കരിക്കൽ അള്ളാഹുവോടുള്ള കടമ നിർവഹിക്കലിന്റെ നിർബന്ധിതമായ കർമ്മമാണ് എങ്കിൽ 5 വഖത്തിലും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കലിന്റെ നിർബന്ധിത ഭാഗമാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. 5 വഖത്ത് നിസ്കരിക്കൽ നിർബന്ധമാണെങ്കിൽ 5 വഖത്തിലും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യലും നിർബന്ധമാണ്. എന്നാൽ ആ ഹക്ക് വീടുകയുള്ളൂ എന്ന് മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസി റൂഹുൽ ബയാനിൽ ഈ ഖബർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കാനുള്ളത് നല്ലൊരു മയ്യത്ത് നിസ്കാരം. രണ്ടാമത് പറഞ്ഞു വല്ലിസ്തിഗ്ഫാറു ലഹുമാ, 2 പേർക്കും ഖബറിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ, 2 പേരുടെയും ഖബറിലേക്ക് പ്രതിഫലമായി എത്തുന്ന മഗ്ഫിറത്തിന്റെ പദവി കിട്ടുന്ന കാര്യങ്ങൾ, സദഖ കൊടുക്കുന്ന അവസരം ഖദ് സുന്നാ, മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്നാ, അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ, ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ. ഒരു വീട്ടിൽ അതിഥി വന്നു, വേണ്ട ഉസ്താദിന് ചെലവുണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിലാ ഇന്നത്തെ ചെലവ്. നീയത്ത് വെച്ചു, അല്ലാഹുവേ ഈ ഭക്ഷണം എന്റെ മരണപ്പെട്ട വാപ്പാന്റെ പേരിലാ ഞാൻ കൊടുത്തയക്കുന്നത്. ഒരു നോമ്പ് തുറ നടത്തി, ഒരാൾക്കൊരിറക്ക് വെള്ളം കൊടുത്തു. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഡൈനിങ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന ഭക്ഷണം നീ വിളമ്പി കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ,
അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് ഞാൻ ഈ വിളമ്പി കൊടുക്കുന്നത് തിന്നുന്നത് എന്റെ കുടുംബക്കാരാണെങ്കിലും ഇതിന്റെ കൂലി സ്വതക്കയുടെ കൂലിയാ. എന്റെ വാപ്പാക്ക് കിട്ടണം, എന്റെ ഉമ്മാക്ക് കിട്ടണം. സഅദ് ബിൻ ഉബാദ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം, നബിയേ, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു നബിയേ, അതുകൊണ്ട് ഫഅയ്യു സദഖത്തിൻ അഫ്ളലു, ഞാൻ ഏത് സദഖ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ എന്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന സദഖ റസൂലുള്ളാഹി പറഞ്ഞു സഖിയുൽ മാ, ഉമ്മാന്റെ പേരിൽ വെള്ളം ദാനം ചെയ്യുമോനെ. മഹാനവറുകൾ പോയി ഒരു കിണർ കുഴിച്ചു, എന്നിട്ട് പ്രഖ്യാപിച്ചു ഹാദാ ലി ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മാന്റെ പേരിലായി കിണറ്. ചില ആൾക്കാർ പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ ഒന്നുമില്ല എന്നാ പറയണം. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. പതിയാശ്ശേരിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. വേറെ പലയിടങ്ങളിലും ഉണ്ട്. മരിച്ചാ മരിച്ചു അവിടെ തീർന്നു, മരിച്ചാ മരിച്ചു പിന്നെ അവിടെ തീർന്നു. അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മുടെ പറമ്പിലൊരു ഒരു കന്നുകാലി ചത്തു, അതിനെ കുഴിച്ചിട്ടു. ഒരു പെരിച്ചാഴി ചത്ത് വീണു, അതിനെ കുഴിച്ചിട്ടു. എന്താ ഇതിപ്പോ മാറ്റമുള്ളത്? അതാണ് ഒരു ഇസ്ലാമിക അധ്യാപനം. അതാണ് അള്ളാഹുവെ, എന്തെല്ലാം സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരാൻ. മരിച്ചുപോയ വാപ്പാക്കുമ്മാക്കും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അവർക്ക് വേണ്ടി പൊറുക്കൽ തേടാ, അല്ലെങ്കിൽ അവർക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടാനുള്ള ദാനധർമ്മങ്ങൾ പോലെയുള്ളത് വാപ്പാടും ഉമ്മാടും പേരിൽ ചെയ്തുകൊണ്ടിരിക്കാം. മൂന്നാമത്തേത് ഇൻഫാദു അഹദിഹിമ, വാപ്പ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കാം. എന്റെ വാപ്പ പറഞ്ഞതാണ് 2 സെന്റ് സ്ഥലം, വാപ്പ മരിച്ചു, പോയത് പോയി. ഇനി വാപ്പ പറഞ്ഞു വാപ്പാന്ന് മരിച്ചോ, അത് വേറെ അല്ല. വാപ്പ പറഞ്ഞത് പൂർത്തീകരിക്കാം. മൂന്നാമത്തെ കടമ, ഖബറിൽ കിടക്കുന്ന വാപ്പക്ക് സന്തോഷം കിട്ടും. നാലാമത്തേത് ഫസിലത്തുർ റഹിമില്ലദീ തൂസലു ഇല്ലാ ബിഹിമാ, വാപ്പയും ഉമ്മയും മരിച്ചാലും അവരുടെ കൂട്ടുകുടുംബക്കാരെ ഇടക്കിടക്ക് സന്ദർശിക്കണം. അവരുമായുള്ള ബന്ധം വാപ്പ നിലനിർത്തിയതുപോലെ നിലനിർത്തണം. അങ്ങനെയുണ്ട്. ഒരു വാപ്പ മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് വാപ്പ നല്ല ധർമ്മിഷ്ഠനായിരുന്നു, നല്ലോണം ദാനം ചെയ്യുന്ന ആള്. വാപ്പ മരിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് 2 മക്കളെയും വിളിച്ചിട്ട് 3 കൊല്ലം മുമ്പുള്ള ദാനധർമ്മം റമദാനിലും മറ്റുമൊക്കെ ചെയ്യുന്നത് ലിസ്റ്റ് മക്കളെ കൊണ്ടിരിക്കും. എന്നിട്ട് മക്കളെ കൊണ്ട് കുടിപ്പിക്കും. 3 കൊല്ലം മക്കളെ ചെയ്തു. ഇപ്പൊ 4ാമത്തെ കൊല്ലം ഇപ്പൊ മക്കൾ തന്നെ ചെയ്യണം. വാപ്പ കൊടുത്തത് ഏതൊക്കെയാന്ന് അന്വേഷിച്ച് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ന്യായമത്തെ അവർക്ക് കൂടിക്കൊണ്ടിരിക്കുക. വാപ്പയുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തണം. വാപ്പയുടെ ഉമ്മയുടെ കുടുംബ ബന്ധങ്ങൾ അവരുടെ മരണശേഷം. ഇനി കേട്ടോളൂ, 5ാമത് പറഞ്ഞു ഇക്റാമു സദീഖിഹിമാ, വാപ്പയും ഉമ്മയും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന സൗഹൃദങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. മഹാനായ സ്വഹാബി പ്രമുഖൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഒരു ജംഗ്ഷനിൽ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്ന സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തിന്റെ മകനായിരുന്നു. അപ്പോൾ പിതാവ് ബന്ധം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിന്റെ മകനെ ബഹുമാനിച്ചു. എന്തുകൊണ്ട്? പിതാവിന്റെ സുഹൃത്തിനെ ബഹുമാനിക്കുന്നത്, അതെന്റെ പിതാവിനെ ബഹുമാനിക്കുന്നത് സയ്യിദനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെയാണ് ആ ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഏതായാലും നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ നിന്നാണ് കുടുംബത്തിന്റെ ഏറ്റവും മനോഹരമായ ആ സ്വർഗം നമുക്ക് പടുത്തുയർത്താൻ കഴിയാം. എന്തൊക്കെ ചെയ്തു കൊടുത്താലും എന്റെ പ്രിയമുള്ളവരെ കടപ്പാട് തീരൂല. ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയാണ് റസൂലുള്ളാഹിയുടെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ പറയാൻ വന്നു. ഹറുമത്ത്, ഒരുപാട് പ്രായമുണ്ട് ഉമ്മ. ഉമ്മാക്ക് വേണ്ടി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഞാൻ എന്റെ കൈ കൊണ്ട് വാരി വെച്ചു കൊടുക്കുന്നു, ഞാൻ കുടിപ്പിക്കുന്നു. ഉമ്മാക്ക് നിസ്കാരമുണ്ട്, ഒളു ചെയ്യുന്ന നേരമാകുമ്പോൾ ഞാൻ ഒളു എടുപ്പിക്കുന്നു. ഉമ്മാടെ ശരീരത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടത് മുഴുവൻ ഞാൻ തന്നെ വൃത്തിയാക്കുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോ ഒരു കുട്ടയിൽ എന്റെ ഉമ്മയെ വെച്ച് തലയിൽ ചുമന്നു കൊണ്ടുപോകുന്നു. വീട്ടിലിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയൂല നബിയെ. ഞാൻ പോകുമ്പോൾ എന്റെ ഉമ്മയെ ഞാൻ ഒരു കുട്ടയിൽ വെച്ചുകൊണ്ട് ചുമന്നു കൊണ്ടുപോകുന്നു, എന്റെ ചുമലിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകുന്നു. സന്തോഷം കൊണ്ട് വന്ന് ചോദിക്ക, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് സന്തോഷ നബിയെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാ എന്ന അമലിന്റെ കൂലി എനിക്ക് കിട്ടോ നബിയെ? ഫഹൽ ജാസൈതുഹാ ഹഖഹാ,
ഒരു മകൻ എന്ന നിലയിൽ ഞാൻ എന്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്ന ഹക്ക് ഇത് പൂർണ്ണമായ ഹക്കാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ ലാ വലാ വാഹിദം മിമ്മി ആ, 100-ൽ ഒരംശം പോലും നീ ഉമ്മയോടുള്ള ഹക്ക് വീട്ടിയിട്ടില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിമ യാ റസൂലല്ലാഹ്, എന്താ നബിയെ കാരണം? അതിന്റെ കാരണം എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് ദുർബലമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോ നിന്റെ ഉമ്മ നിന്നെ വളർത്തിയത് നീ കണ്ണെത്താ ദൂരം വളർന്ന് ജീവിച്ച് ദീർഘായുസ്സിൽ കഴിയണം എന്ന നെയ്യത്തിലായിരുന്നു. നിന്റെ ദുർബല നേരത്ത് നിന്റെ ഉമ്മ നിന്നെ സംരക്ഷിച്ചത്. ഉമ്മ ദുർബലമായപ്പോൾ നീ ഉമ്മയെ സംരക്ഷിക്കുന്നത് ഉമ്മ മരിക്കാനായി എന്ന ഒരു ചിന്ത എപ്പോഴോ നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ദീർഘായുസ് ചിന്തിച്ചുകൊണ്ട് നിന്റെ ദുർബല കാലത്ത് നിന്നെ ഉമ്മ സംരക്ഷിച്ചു. ഉമ്മയുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട നീ ഉമ്മയെ മരിക്കുന്നവരെ സംരക്ഷിക്കാൻ നീ തയ്യാറായത്. അതുകൊണ്ട് ഇത് രണ്ടാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും വിഷമിക്കേണ്ടവാൻ എന്നാലും നീ ചെയ്തത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാ എന്ന അമല് തന്നെയാണ്. വല്ലാഹു യുസീബുക അലൽ ഖലീലി അൽ കസീർ, കുറഞ്ഞതിന് കൂലി കൊടുക്കുമ്പോൾ അല്ലാഹു കൂലി കൊടുക്കുന്നത് ഇരട്ടി എന്ന നിലയിൽ നീ വിജയിച്ചു മോനെ. സയ്യിദുനാ റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റൂഹുൽ ബയാനി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസും കൂടി പറയാം. മൻ ബർറ വാലിദൈഹി മുദ്ദത്ത് ഫീ ഉമുരിഹി, മാതാപിതാക്കൾക്ക് ഒരാൾ നല്ലത് ചെയ്തു കൊടുത്താൽ നെറ്റി പോലും ചുളുങ്ങാൻ പാടില്ല. ഛേ എന്ന പ്രയോഗമല്ല, ഒരു നെടുവീർപ്പ് പോലും എന്ന് പറഞ്ഞിട്ട് ഒരു ദീർഘനിശ്വാസം, ഒരു ഇതുണ്ടല്ലോ, ഒരു മൂളല്. അല്ലേ? ആപ്പായമ്മ എന്തിനും പറഞ്ഞു കഴിഞ്ഞാ ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും തിരിച്ചു പറഞ്ഞൊന്നുമില്ല എന്നെനിക്ക് കിട്ടണല്ലേ. അങ്ങനെ ഒരു അവസരം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്വാസം ഒന്ന് കനപ്പിച്ചിട്ട് പുറത്തേക്ക് ഒരു വിടലുണ്ട് അല്ലേ? ചില സന്ദർഭത്തിലാ വരുള്ളൂ. നമുക്ക് ദേഷ്യം വരുമ്പോഴോ മിണ്ടല്ല, കടിച്ചു പിടിച്ചിരിക്കും. അതുപോലും പാടില്ലെന്നാ. വലാ തഖുൽ ലഹുമാ ഉഫ്, ഉഫ് പറയരുത്. ഉഫ് എന്ന് പറഞ്ഞ എന്താ? അതൊരു വാക്ക് പോലല്ല, ഒരു ശബ്ദം. ആ കാറ്റ്, ഒരു ദീർഘനിശ്വാസം അനിഷേധ്യമായി പുറത്തു വരുന്നതിന് ഒരല്പം ബലം കൊടുക്കൽ പോലും പാടില്ല എന്നതിനർത്ഥം. ഉഫ് എന്ന് പറഞ്ഞാൽ ചേന്ന് അർത്ഥമൊന്നുമില്ല. അതൊക്കെ ആയാതി ഡിക്ഷണറി ഒക്കെ മാറ്റി വെക്കണം. ഉഫ് എന്ന് പറഞ്ഞാൽ ചേന്നല്ല. ചേന്ന് പറയണെങ്കിൽ ഒരുപാട് ഈർഷ്യതൊക്കെ വന്ന് എത്ര ഊർജം വേണം. ചേ പറയണ്ടോ. നീ ഏതായാലും കാറ്റ് വായിന്ന് പുറത്തേക്ക് വിടണം, മൂക്കിന്ന് പുറത്തേക്ക് വിടണം. അതൊന്ന് കനപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് ഉഫ്. ഖുർആൻ ചില കാര്യങ്ങള് ശബ്ദം കൊണ്ടാ പറഞ്ഞിട്ടുള്ളത്. ചിലത് അക്ഷരങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ എന്നത് ചില സമയത്ത് ശബ്ദം അതിൽപ്പെട്ട ഒന്നാണിത്. ഉഫിന്റെ അർത്ഥം ഭാഷ വേണ്ട, എന്നൊക്കെ അല്ലെ, എന്തോ ഒരു പുറത്തേക്ക് നമ്മൾ ഏതായാലും കളയുന്ന ആ നിശ്വാസ വായുവിൽ കനപ്പിക്കല്ലേ എന്നതാണ്. ശബ്ദം കൊണ്ട് ഖുർആൻ അർത്ഥം പറഞ്ഞ പലയിടങ്ങളുണ്ട്. കിതച്ചോടുന്ന കുതിരയെ തന്നെ സത്യം എന്നുണ്ട്. ഓടുമ്പോൾ ലാടൻ റോഡിൽ അടിച്ചാൽ തീപാറുന്ന കുതിര. കിതച്ചോടുന്ന കുതിര. നല്ല മെയ്ക്കാർന്നെങ്കിൽ അതെങ്ങനെ എന്ത് ചെയ്യാം, കേൾക്കാതിരിക്കും. അങ്ങനെയാണ് കിതച്ചോടുന്ന കുതിര, ശബ്ദമാണത്. ലാടനടിച്ചോടുമ്പോ തീ പാറുന്ന കുതിര. ഖുർആന്റെ ശബ്ദം. ഡിഡ് യു റീഡ്? വായിച്ചോ? യെസ്, but I didn't understand the complete part of the Quran because the Quran is the sentence of the God. മൗലാന അബുൽ കലാം ആസാദ് നെഹ്റുവിനോട് പറഞ്ഞതാ, ഇത് അള്ളാഹുവിന്റെ സെന്റൻസാ. അള്ളാഹുവിന്റെ സെന്റൻസിന് അള്ളാഹ് കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. അത് മനുഷ്യന്റെ ഭാഷ കൊണ്ട്, മനുഷ്യന്റെ ഭാഷയിലെ വാഗ്വിലാസം കൊണ്ട്, മനുഷ്യ ഭാഷയിലെ നൈപുണ്യം കൊണ്ട് അള്ളാന്റെ ഭാഷയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അനന്തവിശാലമായ സമുദ്രത്തെ മുഴുവനും കൊണ്ടുവന്നാൽ
മഷിയായി ഉപയോഗിച്ചാൽ ഭൂമിയിൽ നാമ്പെടുത്ത സർവ്വ ചെടികളും മരക്കുറ്റികളും പേനയായി ഉപയോഗിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ ലനഫിദൽ ബഹർ, സമുദ്രം വറ്റല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനം തീരൂല. അത്ര വലിയ അർത്ഥവിശാലതയുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിശ്വാസവായു പോലും നീ കനപ്പിച്ച് നിന്റെ ഉമ്മയോടും വാപ്പയോടും ശകാര പ്രകടനം അരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. മാതാപിതാക്കൾക്കൊരു മകൾ ഖിദ്മ ചെയ്താൽ മുദിദത്ത് ഫീ ഉമുരിഹി, അവന് ദീർഘായുസ്സുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊരു മകനോ മകളോ ഖിദ്മ ചെയ്താൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വാപ്പയെ നോക്കിയ മകനും മകൾക്കും ആയുസ്സിൽ വർധനമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദീർഘായുസ്സുണ്ടാകുമ്പോ അതിനർത്ഥം നമുക്കും പ്രായമാകുമെന്ന. അപ്പൊ നമ്മളെ നോക്കാൻ ആര് വേണം? വയുഹബു ലഹു വലദൻ യബുറുഹു, നിനക്കും പ്രായമാകുമ്പോൾ നിനക്ക് ഖിദ്മ ചെയ്യാൻ അള്ളാഹു ഒരു മകനെ ഒരു മകളെ നിന്റെ വാർദ്ധക്യത്തിലേക്ക് ഒരുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് പറഞ്ഞാൽ അതിന് മഫ്ഹൂമാ സാധാരണ ഉള്ളത്, അതിനൊരു ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടാവുമല്ലോ, അതിനാ മഫ്ഹൂം എന്ന് പറയാം. സാധാരണ ഹദീസിൽ അങ്ങനെ മഫ്ഹൂം പ്രത്യേകം പറയലില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഈമാനുള്ളവൻ വിരുന്നുകാരെ ബഹുമാനിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മഫ്ഹൂം എന്താ? വിരുന്നുകാരെ ബഹുമാനിക്കാത്തവൻ ഈമാനില്ലാത്തവനാ. അത് പറയേണ്ടതില്ല. അത് ആ ഹദീസിന്റെ മഫ്ഹൂം മഅനയാണ്. അത് മഹാന്മാരായ അയിമ്മത്ത്, മഹാന്മാരായ മുജ്തഹിദ് മുത്തലഖുകളായ ഇമാമിയങ്ങൾ ആ മഫ്ഹൂം മഅനയെ മസലക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കലുണ്ട്. എല്ലാ ഹദീസിലും മഫ്ഹൂം മഅന ഉണ്ടാവും. ഈ ഹദീസിൽ മഫ്ഹൂമായിട്ടല്ല ഉള്ളത്, അത് നേരെ പച്ചന റസൂൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു. ഈ ഹദീസിലെ മഫ്ഹൂം എല്ലാം മഅലൂമാണ്. എങ്ങനെയാണ്? മൻ ബർറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ ആയുസ്സിൽ വർധനവുണ്ട്, വാർദ്ധക്യത്തിൽ നമുക്ക് മക്കൾ ഖിദ്മക്കുണ്ട്. അതിന്റെ മഫ്ഹൂം ഇനി പറയണ്ട, റസൂൽ തന്നെ നേരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. ആരെങ്കിലും മന്നാഖ വാലിദൈഹി, മാതാപിതാക്കളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഖുസിറത്ത് ഫീ ഉമുരിഹി, അവന്റെ ആയുസ് ചുരുങ്ങും എന്ന് ഖാല റസൂലുള്ളാഹി. മഫ്ഹൂം തേടിപ്പോണ്ട, അത് റസൂൽ തന്നെ പച്ചന പറഞ്ഞു. കാരണം വിഷയം അത്ര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വീട്ടിലും മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്, അതൊന്ന് പരിഹരിക്കണം. ഈ വാക്കുകൾ അള്ളാഹു അതിന് ഉപകാരമാക്കി തരട്ടെ. ആയുസ് ചുരുങ്ങുമ്പോ ആ കുറഞ്ഞ കാലത്ത് നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയായി ഒരു മകനോ അല്ലെങ്കിൽ മകളോ രൂപപ്പെടും. അവർ നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.